വയനാട്ടിൽ കുറേ ആളുകളുണ്ട്. നിങ്ങൾ എല്ലാവരും വയനാട്ടുകാരാണോ? ആണ്. എവിടെയാ? കൽപ്പറ്റ. വയനാടല്ല. എവിടെയാ നിങ്ങള്? മലപ്പുറത്ത് എവിടെയാ? വേങ്ങര. നിങ്ങളുടെ എവിടെ ഒരു മിനി ഊട്ടി ഉള്ളത്? നമ്മൾ മിനി ഊട്ടി വന്നിരുന്നു, ഞങ്ങൾ കണ്ടിരുന്നുണ്ടാവും. മിനി ഊട്ടി വന്നു. ഗംഭീരമായ സ്ഥലമാണ്. അവിടെ കുറച്ച് കൺസ്ട്രക്ഷൻ വർക്കൊക്കെ നടക്കുന്നു. റോഡ് മോശമാണ്. അതൊഴിച്ച് നിർത്തിയാൽ മിനി ഊട്ടി ഗംഭീര സ്ഥലമാണ് അല്ലേ? എങ്ങനെയുണ്ട് വയനാട്ടിലെ ക്ലൈമറ്റ്? ഞങ്ങൾ പെരുന്നാളായിട്ട് ടൂർ വന്ന ഇന്നിപ്പോ ടൂർ കഴിഞ്ഞ് തിരിച്ചു പോവാണോ അതോ ജസ്റ്റ് ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ? താങ്ക് യു. അപ്പൊ യാത്രാവേളയിലാണ്. എവിടെ നിങ്ങൾ താമസമൊക്കെ? അത് താമസിക്കുന്നത് തിരിച്ചു പോവോ? വണ്ടിയിൽ വന്ന് തിരിച്ചു പോകും. ഓക്കെ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് തിരിച്ചു പോകും. ഓക്കെ. അപ്പൊ ഇവര് മലപ്പുറത്ത് നിന്ന് വേങ്ങരയിൽ നിന്ന് വന്നതാണ്. അപ്പൊ എപ്പോ യാത്ര തുടങ്ങി? ഇന്നലെ നൈറ്റിൽ പുറപ്പെട്ടു. ഉറങ്ങാതെ വണ്ടി ഓടിച്ചു. എല്ലാവരും ഡ്രൈവർമാരാണ്. മാറി. ഏത് വണ്ടിയിലാണ് വന്നത് നിങ്ങള്? ധാരാണോ? ഏതാണ്? ബ്രസ. ഓക്കെ. അപ്പൊ ഇന്ന് ഇത് കഴിഞ്ഞ് തിരിച്ചു പോകും. ഓക്കെ. അപ്പൊ നിങ്ങളൊക്കെ എന്താ ചെയ്യുന്നത്? ബിസിനസ് ആണോ എല്ലാവരും? സൗദിയിലാണ്. എല്ലാവരും പ്രവാസികളാണോ? പ്രവാസിയാണ്. പ്രവാസികൾക്ക് പ്രയാസങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷേ എങ്കിലും രാഷ്ട്രീയമായി ഇത്തവണ വോട്ട് ചെയ്തിട്ടല്ലേ നിങ്ങൾ പോകത്തുള്ളൂ? എന്താണ് നിങ്ങളുടെ ഒരു രാഷ്ട്രീയ നിലപാട് വേങ്ങരയിൽ? നമ്മള് ഇടതുപക്ഷക്കാരനാണ്. ഇവിടെ എല്ലാവരും ഇടതുപക്ഷക്കാരാണോ? ഉണ്ട് അല്ലേ? അപ്പൊ UDF LDF മേഖലയിൽ നിന്നുള്ള പ്രവർത്തകരുണ്ട്. എങ്ങനെയാ മണ്ഡലത്തിൽ ഇത്തവണ മാറ്റമൊന്നും വരാൻ പൊതുവെ സാധ്യതയില്ലല്ലോ അല്ലെ? UDFന്റെ ഒരു കോട്ടയാണല്ലോ മലപ്പുറം അല്ലേ? അങ്ങനെ തന്നെ വരുള്ളൂ അല്ലേ? രാഹുൽ ഗാന്ധി ഇത്തവണ 4.5 ലക്ഷത്തിന് വോട്ട് മുകളിലേക്ക് പോവോ? ഇവിടെ പോവില്ല. ആനിരാജ വോട്ട് പിടിക്കും അല്ലേ? ആനിരാജ വോട്ട് പിടിക്കുന്നതാണല്ലോ പറയുന്നത്. UDF തന്നെയാണ്. പക്ഷെ 5 ലക്ഷത്തിലേക്ക് എത്തുമോ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക്? എത്തണം എന്നുള്ളതാണ്. അപ്പോൾ വേങ്ങരയിലെ UDFന്റെ പ്രവർത്തകരും ഉണ്ട്, LDFന്റെ പ്രവർത്തകരും ഉണ്ട്. പക്ഷെ മലപ്പുറം വലിയ രീതിയിലുള്ള മാറ്റത്തിനുള്ള സാധ്യതയില്ല. പക്ഷേ എന്നാലും ഭൂരിപക്ഷം കുറയും മലപ്പുറത്ത്. വസീഫ് വന്നതിന് ശേഷം നല്ല മത്സരമായിരിക്കും. പഴയ മഞ്ചേരിയൊക്കെ ആവർത്തിക്കുമോ? 2004 ഹംസയൊക്കെ അതിനടുത്തേക്ക് എത്തും. കടുത്ത മത്സരമാണ് വസീഫ് മലപ്പുറത്ത് ഉയർത്തുന്നത് എന്നാണ്. പക്ഷേ ET മുഹമ്മദ് ബഷീറാണ്, ലീഗിന്റെ മുതിർന്ന നേതാവാണ്. അതുകൊണ്ട് വലിയ അടിയൊഴുക്കുകളൊന്നും കാര്യമായിട്ട് കാണേണ്ടതില്ല അല്ലേ? ഇവിടെയാണ് താമരശ്ശേരിയാണ്. താമരശ്ശേരിയിലെ ആളുകൾക്ക് സുഖമല്ലേ? ഓക്കെ. അവിടെ കാലാവസ്ഥ എങ്ങനെയാ? ഇവിടുത്തെ പോലെ കാലാവസ്ഥയാണോ? ചെറിയ ചൂടുണ്ട്, കുറച്ചുകൂടി ചൂടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ടൂർ വന്നാണോ? ഇത് സെപ്പറേറ്റ് ടൂറാണ്. താമരശ്ശേരിയിൽ ടൂറാണോ? പടിഞ്ഞാറത്തേക്ക് പോവാ. ആണോ? അപ്പൊ വേറെ ഒറ്റയ്ക്കാണോ അതോ? അല്ല, വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ. അവിടെ എന്താ ചെയ്യുന്നത് താമരശ്ശേരിയിൽ? ഞാൻ അവിടെ നടമൽപ്പൊയിൽ ഒരു പള്ളിയിലാണ്. നടമൽപ്പൊയിൽ പള്ളിയിലാണ്. എങ്ങനെയാ അവിടുത്തെ മൊത്തത്തിൽ? താമരശ്ശേരി വരുന്നത് വയനാട് അല്ല, മണ്ഡലമല്ല, കോഴിക്കോടാണ് വരുന്നത്. കോഴിക്കോട് ഇത്തവണ എന്താ ഒരു സാധ്യത? ഇളമരം കരീമുണ്ട്, ഒപ്പം മറുഭാഗത്ത് രാഘവനുണ്ട്. ഇളമരം കരീമാൻ സാധ്യത ഒക്കെ ഉണ്ട്. ഇളമരം കരീമിന് സാധ്യതയുണ്ട് അല്ലേ? ആണോ? കഴിഞ്ഞ തവണ അപ്പം അതായത് മറ്റാളുകൾ ചിന്തിക്കല്ലോ ആണ്. അപ്പം ഇനി എൻ്റെ ഒരു നേരിട്ടുള്ള ചോദ്യം. അപ്പോൾ താങ്കൾ പള്ളിയിലാണല്ലോ. അപ്പോൾ പ്രത്യേകിച്ച് പൗരത്വ നിയമം അടക്കം, ഇപ്പോൾ കേരള സ്റ്റോറി അടക്കമുള്ള വിഷയങ്ങളിൽ നിലപാട് LDFനാണോ UDFനാണോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉറപ്പുള്ള നിലപാട്? കേരള സ്റ്റോറി വിഷയത്തിലും അത് എല്ലാവരും ഒരുപോലെയാണ്. പൗരത്വത്തിലൊക്കെ ആ കേരള സ്റ്റോറി സിനിമയ്ക്ക് എതിരാകുന്ന മനസ്സിലായി. അതെ. പൗരത്വ വിഷയത്തിലോ അവർ രണ്ടു കൂട്ടരും ഒരുമിക്കുന്നതാണ്. കോഴിക്കോട് ഇളമരം കരീമിന് സാധ്യതയുണ്ട് എന്നാണ്. അതെ, സാധ്യതയുണ്ട്. ചിന്തിക്കാനൊക്കെ സാധ്യത ഉണ്ട്.